നമ്മുടെ തലച്ചോറിലെ ഏറ്റവും അത്ഭുതകരമായി സംഭവിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഓർമ്മകൾ. നിങ്ങൾ എങ്ങനെയാണ് ചെറുപ്പം മുതൽ കണ്ടു വളർന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ മനസ്സിൽ ഓർമ്മ എങ്ങനെ ഉണ്ടാകുന്നു എന്ന്, അല്ലെങ്കിൽ ഓർമ്മകൾ എങ്ങനെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് വളരെ ലളിതമായി നോക്കാം. മെമ്മറി എന്നത് നമ്മുടെ ബ്രെയിനിലെ സിനാപ്സസുകൾ എന്ന് വിളിക്കുന്ന നാഡീബന്ധങ്ങൾ വഴി സൃഷ്ടിക്കപ്പെടുന്ന ഒരു ജീവശാസ്ത്രപരമായ പ്രക്രിയയാണ്. നമ്മൾ അനുഭവിക്കുന്ന കാഴ്ച, ഗന്ധം, ശബ്ദം തുടങ്ങിയവ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു പാറ്റേൺ രൂപപ്പെടുത്തുന്നു. ഇത് ഓർമ്മയായി രൂപപ്പെടുകയും ചെയ്യുന്നു. നമ്മളിത് സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ബ്രെയിനിലെ ന്യൂറോണുകൾ ഒരു കണക്ഷൻസ് ഉണ്ടാക്കും. ആ കണക്ഷനുകൾ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെട്ടാൽ ആ അനുഭവം ഓർമ്മയായി മാറും. 3 തരം മെമ്മറികളാണുള്ളത്. പെട്ടെന്ന് കടന്നു പോകുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്ലാഷ് ലൈറ്റ്, വാഹനങ്ങളുടെ ഹോൺ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞ് മില്ലി സെക്കൻഡ് കൊണ്ട് അതില്ലാണ്ടാകും. ഇത് സെൻസറി മെമ്മറി എന്നും. മിനിറ്റുകൾക്കുള്ളിൽ മറന്നു പോകുന്ന ഓർമ്മകൾ, ഉദാഹരണത്തിന് കുറച്ചു നേരത്തേക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഓർത്തുവെക്കുന്നത്, മൊബൈൽ നമ്പറുകൾ ഓർത്തുവെക്കുന്നത്, ഇതൊക്കെ ഷോർട്ട് ടേം മെമ്മറി എന്നറിയപ്പെടും. 3-മത്തേത് ലോങ് ടേം മെമ്മറി. വർഷങ്ങൾക്കു ശേഷവും ഓർക്കാൻ കഴിയുന്നത് ഇതിൽ ഉൾപ്പെടുത്താം. ഓർമ്മയുള്ള ഒരു അനുഭവം ഹിപ്പോകാമ്പസ് എന്ന മസ്തിഷ്കത്തിന്റെ ഭാഗത്താണ് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നത്. ശേഷം അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് അത് സെറിബ്രൽ കോർട്ടെക്സ് എന്ന ഭാഗത്ത് ദീർഘകാല ഓർമ്മയ്ക്കായി സേവ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരേ കാര്യം അനുഭവിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കൂടുകയും കൂടുതൽ ഓർക്കാൻ പറ്റുകയും ചെയ്യുന്നു. അതിനാലാണ് പഠനം ആവർത്തിക്കാൻ പറയുന്നത്. അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ മെമ്മറി സ്റ്റോർ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗത്ത് എഫക്റ്റ് ചെയ്യുകയും സിനാപ്സിസ് കണക്ഷനെ ബാധിക്കുകയും ഇതിലൂടെ ഓർമ്മകൾ നഷ്ടപ്പെടുകയും ചെയ്യും. കൂടാതെ ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവുമൊക്കെ ഓർമ്മ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. ശരിയായ ഉറക്കക്രമം, ആവർത്തിച്ച് പഠിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം എന്നിവ ഓർമ്മശക്തി കൂടുന്നതിന് സഹായിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ബ്രെയിനിൽ എങ്ങനെയാണ് ഓർമ്മകൾ സ്റ്റോർ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.